നിങ്ങൾ മൂന്നുപേരും എന്താ ശരിക്കും ഈ സിനിമ ചെയ്യാൻ എക്സൈറ്റ്മെന്റ് ചെയ്തത് എന്താ? നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന പടത്തിന് വിളിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. ആദ്യത്തേത് ഇപ്പൊ ഇതുപോലുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഇയാളുടെ ഒന്നും പഠിക്കാനൊന്നുമില്ല. ഞാൻ ഒരുപാട് പഠിച്ചു. ഞാൻ എങ്ങനെയാ വരുന്നത്? നമ്മുടെ ഒരാളായിട്ടുള്ള ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു നോക്കിയെങ്കിലും ചേട്ടൻ എന്താ ചെയ്യുന്നത് അതിൻ്റെ മീറ്റർ പിടിച്ച് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അത് ചേട്ടൻ്റെ പരിപാടി എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അതെ അതെ, ഞാനും അതുപോലെ തന്നെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട്. എന്നിട്ട് നിങ്ങൾ പെർഫോമൻസിലൊന്നും കണ്ടില്ലല്ലോ. ചേട്ടൻ്റെ പെർഫോമൻസിൽ കണ്ടാലല്ലേ എനിക്ക് അതല്ലേ ഒബ്സർവ് ചെയ്യുന്നേ, അതാണ് എൻ്റെ പെർഫോമൻസ് കാണാഞ്ഞത്. അത് അംഗീകരിക്കാനൊരു മനസ്സ് വേണ്ട, അതില്ല. അതില്ലാത്തവരെ നമ്മൾ പറഞ്ഞു. ഞാൻ ഈ തെറ്റുത്തരം കോപ്പി അടിക്കാറില്ല. തെറ്റുത്തരം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് അല്ലേ? സക്സസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മൂന്നാളുകളാണ്. അല്ലേ? സിനിമ ആയാലും അഭിനയ ആയാലും അവർ ആഗ്രഹിച്ച സ്റ്റേജിലല്ലേ എത്തി നിൽക്കുന്നത്. ജോൺ ഇതായിരുന്നു ആയിരുന്നു. ജോൺ ആകെ ആഗ്രഹിച്ച് റോയൽ ചലഞ്ചേഴ്സിന്റെ ഒരു മെമ്പർ ആവണം. മോഡലിംഗും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ആളാണല്ലോ. ആവാലം ചെട്ടികൾ. ഞാൻ അധികം ഈ പറഞ്ഞ ഒരുപാട് പല ആൾക്കും നീ എന്താ ഷെയർ ചെയ്യാത്ത അപ്പം ഞാൻ കുറച്ച് പേർക്ക് മാത്രമേ വാട്സപ്പ് അയക്കാറുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണെന്ന് കൂടെ പറയാം. കാരണം എനിക്ക് സന്തോഷം, കാരണം അവന്മാരുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷമാണ്. ഇത് ജോണിന് വേണ്ടി ഞങ്ങൾ കുറേ നാൾ കാത്തിരുന്നൊരു വേഷമാണെന്ന് തോന്നുന്നു ശേഷത്തിൽ കാണുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പം അവർ ആഗ്രഹിക്കുന്നുണ്ട് ജോണിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഒരു പരിപാടി കാണണമെന്ന് അവർ. അപ്പം അങ്ങനത്തെ ആൾക്കാർ ഒബ്വിയസ്ലി അതാണല്ലോ നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ ജയിലർ 2 എന്നൊരു പടം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ചെയ്തില്ല, ഞാൻ പറഞ്ഞു തന്നെ. അവനാണ് ഏറ്റവും വിഷമം എനിക്ക് ജയിലർ 2 വേഷം കിട്ടാൻ. ഞാൻ എന്നെക്കാൾ ഒരു പക്ഷേ എൻ്റെ മോന് അന്ന് അപ്പോൾ 10 വയസ്സ് ആണ്, 11 വയസ്സ്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അപ്പോൾ അത് മിസ് ചെയ്യുമ്പോൾ ഇവൻ്റെ വിഷമമൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച സക്സസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ എത്തിയില്ല എന്ന് പറയുന്നതിൻ്റെ ഇത്. ഈ റോഡ് സൈഡുകളിൽ നമ്മൾ ഈ കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന കടകൾ കാണും. അപ്പോൾ അവിടെ ആ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന മിഷനുണ്ട്, അതവർ ഓഫാക്കാറില്ല. അവരിങ്ങനെ ദിഗ് 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 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോയിൽ ഇങ്ങനെ ഇട്ട് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് ആ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഓഫാക്കാറില്ല. കാര്യം അത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഓണാക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? അപ്പോൾ ആ ജ്യൂസ് അടിക്കും എന്നുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ അടുത്തൊരു ജ്യൂസിൻ്റെ ആവശ്യമുള്ള ഒരാൾ വരും എന്ന പ്രതീക്ഷയിലാണ് ഈ സാധനം ഓണായിരിക്കുന്നത്. അപ്പം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം, സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ മിഷൻ എപ്പോഴും ആക്റ്റീവ് ആവണമെന്നില്ല. നമ്മൾ സിനിമകൾ കാണുന്നതും സിനിമ സംസാരിക്കുന്നതും സിനിമാക്കാരെ കാണുന്നതും ഒക്കെ നമ്മളുടെ അതങ്ങനെ ഒരു അങ്ങനെ ഒരു കാലം ശ്രദ്ധിച്ചാൽ മതി. ഈ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവര് ഓഫാക്കില്ല. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ഇത് പോകാൻ നേരം ഇത് ഓഫാക്കും. ചെറിയ ഐഡ്ലിംഗിൽ ആ സാധനം ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും, ഇങ്ങനെ ചെറിയ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പലപ്പോഴും എനിക്ക് കുറേ എൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സുഹൃത്തുക്കൾ എനിക്ക് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്തയക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ റൗണ്ട് ഇട്ടണം, പുറകിൽ ക്രൗഡിൻ്റെ അകത്ത് ഒരു വട്ടത്തിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ നിൽക്കുന്ന ഫോട്ടോ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിലും അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും. അത് ഞാനാണ്. അതിൽ ഭയങ്കര പ്രൈഡാണ് അവർക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അത് സക്സസ് തന്നെയാണ്, അതിൽ നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അവിടെ നിൽക്കുന്നതും ആ ഔട്ട് ഓഫ് ഫോക്കസ് നിന്നിട്ട് ഭാവിയിൽ ഇത് ഇങ്ങോട്ട് ഈ ഫോർഗ്രൗണ്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു യാത്രയുടെ തുടക്കമാണത്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സുദ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ശേഷം 2016 എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 3 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വിശേഷം ശേഷം 2016 ഞങ്ങൾ ട്രെയിലർ കാണുന്ന സമയത്തെ നെക്സ്റ്റ് എന്ത് സംഭവിക്കും ഈ സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ടെൻഷൻ പരിപാടി ഉണ്ടല്ലോ, സെയിം ആണ് ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടിയ ഫീല്. എന്താണ് ശേഷം 2016 ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? അത് തന്നെ ഈ പറഞ്ഞ പോലെ ഈ ട്രെയിലർ കണ്ടില്ലേ, അപ്പം അതിനകത്ത് തോന്നിയില്ല അത് തന്നെ ആയിരിക്കും പടത്തിൽ അവസാനം വരെ. കാരണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ടെൻഷൻ ബിൽഡപ്പ് ഉണ്ട്. അപ്പോൾ അവസാനം വരെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ത്രില്ലറാണല്ലോ, അപ്പം ത്രില്ലടിച്ചിരിക്കണ്ടേ. ഞാൻ പടം കണ്ടു, നല്ല ത്രില്ലിങ് സ്റ്റോറിയാണ്, നല്ല പരിപാടിയാണ്.
നിങ്ങൾ മൂന്നുപേരും എന്താ ശരിക്കും ഈ സിനിമ ചെയ്യാൻ എക്സൈറ്റ്മെന്റ് ചെയ്തത് എന്താ? നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന പടത്തിന് വിളിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യത്തേത് ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് അതല്ലേ. ഒരു നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുക, നമ്മൾ ഈ പരിപാടി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്യുക, ആ സിനിമകളിൽ ഏറ്റവും നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല വേഷങ്ങൾ ചെയ്യുക, അത് ഏറ്റവും നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര നന്നായി ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ. അപ്പോൾ ഈ പടത്തിന് വിളിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ഒരു പോലീസ് വേഷം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും നമ്മളധികം ചെയ്യാത്തൊരു പരിപാടി ഉണ്ടോ എന്നാണ് ഞാൻ നോക്കിയത്. കാരണം അതില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നല്ല, അതുകൊണ്ടെങ്കിലും നമ്മൾ ചെയ്യും. പക്ഷേ റിപ്പീറ്റ് ആണെങ്കിലും നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ നമ്മൾ നിവൃത്തിയുള്ളിടത്തോളം ആസ് ആൻ ആക്ടർ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ട്വീക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ അത് താങ്ക്ഫുള്ളി ആ ക്യാരക്ടറിൻ്റെ അകത്ത് തന്നെ നമ്മളിതുവരെ അധികം ചെയ്യാത്തൊരു പരിപാടി അതിൻ്റെ അകത്തുണ്ട്. കുറേ റഫ് ആൻഡ് ടഫ് പോലീസ് വേഷങ്ങൾ ചെയ്തെങ്കിലും ഈ രാജു എന്ന് പറയുന്ന പോലീസുകാരൻ വളരെ സൗമ്യനായ, കുറേ വർഷങ്ങളായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്. അയാൾക്ക് അവിടുത്തെ പോലീസുകാരായിട്ടുള്ള റിലേഷൻഷിപ്സ് മാത്രമല്ല സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്, അയാൾക്ക് അവിടെ നാടുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അയാൾ നാട്ടുകാരനാണ്, നാട്ടിൽ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതും ഇതിനകത്ത് ഒരു വിഷയമാണ്. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്തൊരു കാര്യമാണ് പോലീസ് എന്നത്. രണ്ട്, ഇത് കന്നഡ മലയാളം ബൈലിംഗ്വലായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് ഒരു മലയാള സിനിമ തന്നെയാണ്, സംശയമൊന്നുമില്ല. 6-ാം തീയതി വരുന്നത് ശേഷം 2016 എന്ന് പറയുന്ന സിനിമയാണ്. പക്ഷേ എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഇതും കൂടി ഒരു അട്രാക്ഷൻ ഫാക്ടറായിരുന്നു. ആസ് എൻ ആക്ടർ നമുക്കൊരു ചലഞ്ചാണ് ഒരേ സമയത്ത് 2 ഭാഷകളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാറുള്ളത്. ഞാനിതിന് മുമ്പ് ഒരു കന്നഡ പടം ചെയ്തിട്ടുണ്ട്, അത് കന്നഡ മാത്രമായിരുന്നു. അതിൻ്റെ മലയാളമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് മലയാളം പടത്തിൻ്റെ റീമേക്കായിരുന്നു, ലവ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ റീമേക്കായിരുന്നു ഞാൻ ചെയ്തത്. ഇത് ഒരേ സമയത്ത് നമ്മൾ കന്നഡയും മലയാളവും ചെയ്യുമ്പോൾ നമുക്ക് ആസ് എൻ ആക്ടർ നമുക്കൊരു ചാലഞ്ചാണത്. രണ്ട് ഭാഷകൾക്ക് കേറ്റർ ചെയ്യുന്ന രീതിയിൽ, 2 ഓഡിയൻസിന് കേറ്റർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് നമ്മളെ പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഈ രാക്ഷസ സിനിമയിലെ വില്ലൻ ഉണ്ടല്ലോ, ആ ഒരു ലുക്കാണ് തോന്നിയത്. ഒറ്റ സെന്റൻസിൽ 2 കാര്യങ്ങൾ വന്നു, രാക്ഷസനും വില്ലനും. തോന്നിയില്ല, ആ ഒരു ലുക്ക് ശരിക്കും നന്നായിട്ടുണ്ട്, വെറൈറ്റി ആയിട്ടുണ്ട്. വില്ലനാണ് ഈ സിനിമയിൽ വില്ലനാണോ ശരിക്കും? അതെനിക്കറിയില്ല. ഈ സിനിമയിലെ വില്ലന്റെ ചിറ്റപ്പൻ അടുപ്പമുണ്ട്. വില്ലന്റെ അച്ഛൻ്റെ അനിയൻ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ? ഇന്റർവ്യൂ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകെ കേൾക്കുന്ന ഒരു ശബ്ദം ഇതാണ് പുറത്തുനിന്ന്. പ്രൊമോഷൻ ഷൂട്ടിൽ പൊതുവെ ഇത്രയും ഒച്ചത്തിനും ശബ്ദം കേട്ടിട്ടില്ല. ഭയങ്കര ഒരു എനർജി മുഴുവനായിട്ടും കാണാൻ പറ്റി. ശരിക്കും നിങ്ങളുടെ സെറ്റ് എങ്ങനെയാ ശരിക്കും ഇത്ര എനർജി ഉണ്ടായിരുന്ന ആൾക്ക്? അന്ന് എനർജി കുറച്ച് കുറവായിരുന്നു. കാരണം ഇത് മറ്റേ ഭാഷയും കൂടെയുള്ള, പുള്ളിക്ക് ആ ഭാഷയിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് എനർജി മുഴുവൻ കാരവാൻ്റെ അകത്തും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സൈലന്റ് ആയിരുന്നു. കാരണം അത് ആ ഭാഷ അറിയില്ലല്ലോ, പാവം ഭാഷ അറിയാത്തതുകൊണ്ട്. അതെ, ആംഗ്യ ഭാഷയിലായിരുന്നു ഞാൻ കൂടുതലും. എനർജി ഉണ്ടായിരുന്നു, പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ ആംഗ്യ ഭാഷയിലായിരുന്നു. അത് പിന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് കന്നഡയാക്കി മാറ്റുന്നൊരു രീതി അന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഭാഷ എങ്ങനെയാ? ഇപ്പൊ മലയാളത്തിലും അവിടെ കന്നഡ സംസാരിക്കാൻ അവിടുത്തെ ലാംഗ്വേജിലെ ആർട്ടിസ്റ്റുകളുണ്ട്. സോ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? നിങ്ങളല്ലേ എന്നാ ഞാൻ പറയാം. എനിക്ക് മാത്രമല്ല കന്നഡ അറിയണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ തന്നെ പറയേണ്ടി വരുമല്ലോ. ഇത് നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ ഇപ്പം 6-ാം തീയതി സിനിമ വരുമ്പോൾ ഇത് ഒരു മലയാള പടം തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് കന്നഡ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. അവിടെ ഇറങ്ങുമ്പോൾ അതൊരു കന്നഡ സിനിമയായിട്ടാണ് ഇറങ്ങുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പടം കഥ ബേസ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ശരിക്കും കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് മംഗലാപുരം കാസർഗോഡ് ബോർഡറിൽ നടക്കുന്ന ഒരു പുഷ്പഗിരി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ 2 ഭാഷകളും മാറി സംസാരിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെ നിന്നുള്ള ആൾക്കാർ അവിടെയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈവൻ ദോ പോലീസുകാരെല്ലാവരും ഒരു പെർട്ടിക്കുലർ ഭാഷയാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാവരും മലയാളം സംസാരിക്കുന്നത്, അവിടെയാണെങ്കിൽ എല്ലാവരും കന്നഡയാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ പ്ലേസ്മെൻറ്റ് ഈസ് ഇൻ എ പ്ലേസ് വെയർ ബോത്ത് ലാംഗ്വേജസ് ആർ ട്രീറ്റഡ്. ഒരു പരിധിവരെ
ഒരുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ബോർഡ് നോക്കിയാലും അറിയാം, അവിടുത്തെ ബോർഡ് 2 ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് എഴുതിയിരിക്കുന്നത് പുഷ്പഗിരി എന്ന് എഴുതിയിരിക്കുന്നത് 2 ഭാഷയിൽ എഴുതി. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തതായതുകൊണ്ട് അവിടുത്തെ കൾച്ചർ, അവിടുത്തെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. മറ്റത് നമ്മൾ ആസ് ആക്ടേഴ്സ് ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുമ്പോൾ, ഇത് സിനിമ കാണുന്ന ആൾക്കാർക്ക് അതൊരു വിഷയമേ അല്ല. സിനിമ കാണുന്ന ആൾക്കാർക്ക് ഇതൊരു മലയാള സിനിമ കാണുന്ന പോലെ തന്നെ കാണാവുന്ന ഒരു പടമാണ്. അവിടെ കാണുന്ന ആൾക്കാർക്ക് അത് കന്നഡയായിട്ട് തന്നെ കാണാൻ പറ്റും. ഡബ്ബിങ് പടങ്ങളിൽ നിന്ന് വ്യത്യാസമാണ്. അതാണ് ഇതിൻ്റെ ഒരു കാരണം. ഡബ്ബിങ് പടങ്ങളാകുമ്പോൾ നമുക്ക് അറിയാം ഇത് ഡബ്ഡ് ആണെന്ന് ഫീല് വരാറുണ്ട് പലപ്പോഴും. നമുക്ക് ഈ ഡബ്ഡ് പടങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ഒന്ന് ലിപ്സിങ്കിൻ്റെ പ്രശ്നമുണ്ട്, 2 എങ്ങനെ നമ്മൾ വൃത്തിക്കൊരു ഡയലോഗ് ഡബ്ബിങ്ങിന് സിങ്കിന് മാച്ച് ആവുന്നത് എഴുതി പിടിപ്പിച്ചാലും അതിൻ്റെ പ്രസൻറ്റേഷന് ഒരു വേറെ ഭാഷയുടെ ഛായ എപ്പോഴും വരാറുണ്ട്. നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇതൊരു ഡബ്ബിങ് പടമാണ്. അതില്ലാതിരിക്കാൻ പരമാവധി അത് വേറെ ഭാഷയായതുകൊണ്ട് അത് ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ശരിക്കും 2 സിനിമയാണ്. ചേട്ടൻ എന്തോ പോയിന്റ് പറയാൻ ഇല്ല മലയാള സിനിമ പോലെ എന്നല്ല, മലയാള സിനിമ തന്നെയാണ്. അതങ്ങനെ ഒരു ചെറിയ കറക്ഷൻ മാത്രമാണ്. എപ്പോഴും കറക്ഷന് വേണ്ടി മലയാള സിനിമ പോലെ കാണാം എന്നുള്ളതല്ല ശരിക്കും, അല്ലേ? മലയാള സിനിമയാണ്, മലയാള സിനിമ തന്നെയാണ്. ഇപ്പൊ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ പലരും പല കാര്യങ്ങളും പഠിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് നിന്ന് ആർട്ടിസ്റ്റിൽ നിന്ന്. ഇപ്പൊ ഇതുപോലുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇയാളുടെ ഒന്നും പഠിക്കാനൊന്നുമില്ല. ഞാൻ ഒരുപാട് പഠിച്ചു. ഞാൻ എങ്ങനെ ആവരുത്, എങ്ങനെ മറ്റൊരു കോ സ്റ്റാറിനെ ട്രീറ്റ് ചെയ്യരുത് എന്ന് എന്നിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ പറയാം. ആദ്യം ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ 3-4 മലയാളീസുകളുള്ളൂ. അപ്പം ഈ ഡയലോഗ് ഡെലിവറി 2 ലാംഗ്വേജിനും ഡിഫറെൻറ്റാണ്. അപ്പം ശ്രീധേട്ടൻ ഓപ്പോസിറ്റ് ശ്രീധേട്ടനെ ഞാൻ ഒരുപാട് വാച്ച് ചെയ്തത്. ശ്രീധേട്ടൻ കന്നഡ അറിയാം. പിന്നെ അതുപോലെ 2 ലാംഗ്വേജ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മലയാളത്തിൽ കുറച്ച് മീറ്റർ താത്തായിരിക്കും പറയുന്നത്, കന്നഡയിൽ കുറച്ച് വ്യത്യാസം. അപ്പം ഞാൻ ഇദ്ദേഹത്തെ ശരിക്കും നോക്കി, കാരണം നമ്മുടെ ഒരാളായിട്ടുള്ള ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കിയെങ്കിലും ചേട്ടൻ എന്താ ചെയ്യുന്നത് അതിൻ്റെ മീറ്റർ പിടിച്ച് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അത് ചേട്ടൻ്റെ പരിപാടി എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അതെ, ഞാനും അതുപോലെ തന്നെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട്. നിങ്ങൾ പെർഫോമൻസിലൊന്നും കണ്ടില്ലല്ലോ. ചേട്ടൻ്റെ പെർഫോമൻസിൽ കണ്ടാലല്ലേ എനിക്ക് അതല്ലേ ഒബ്സർവ് ചെയ്യുന്നേ. അതാണ് എൻ്റെ പെർഫോമൻസ് കാണാൻ. ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ഇത് കാര്യമില്ലാന്ന് മനസ്സിലായില്ല. ഒബ്സർവ് ചെയ്തെന്ന് മനസ്സിലായല്ലോ, ഇല്ലാഞ്ഞപ്പോഴേ മനസ്സിലായില്ല ഞാൻ ഒബ്സർവ് ചെയ്തു. അപ്പൊ എന്തായാലും ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ കഷ്ടപ്പെട്ടതും പണിയെടുത്തതും ഒക്കെ ആരാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ബാക്കിയുള്ളവർ ചുമ്മാ നോക്കി കോപ്പി അടിക്കാൻ വേണ്ടി അല്ല, കോപ്പി അടിക്കാൻ വേണ്ടി കഴിവണം. അത് വേണം. കോപ്പി അടിക്കാൻ നല്ല കഴിവ് വേണം. അത് ഉള്ളവരുണ്ട്, ചിലർക്ക് അതില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് മനസ്സിലാക്കുന്നുമില്ല. അത് അംഗീകരിക്കാൻ ഒരു മനസ്സ് വേണ്ട, അതില്ല. അതില്ലാത്തവരോട് പറഞ്ഞു ഞാൻ ഈ തെറ്റുത്തരം കോപ്പി അടിക്കാറില്ല. തെറ്റുത്തരം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ഇത്രയും തമാശ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് സത്യത്തിൽ അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ ഭയങ്കര കൈകാര്യം തന്നെയാ. വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഞാൻ തമാശ കൈകാര്യം ചെയ്യും. ഇത് സീരിയസ് ആണോ തമാശയാണോന്ന് മനസ്സിലായില്ലല്ലോ. സ്റ്റാൻഡപ്പ് കോമഡി സക്സസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ള 3 ആളുകളാണ്. അല്ലേ, നിങ്ങളുടെ ലൈഫ് ആഗ്രഹിച്ച ഒരു സ്റ്റേജിലല്ലേ എത്തിയിരിക്കുന്നത്. ഇപ്പൊ സിനിമ ആയാലും അഭിനയം ആയാലും അത് ആഗ്രഹിച്ച സ്റ്റേജിലല്ലേ എത്തി നിൽക്കുന്നത്. ജോണി ജോൺ ആകെ ആഗ്രഹിച്ച റോയൽ ചലഞ്ചേഴ്സിന്റെ ഒരു മെമ്പർ ആവണം. റോയൽ വാരിയേഴ്സിലെ ഒരു അംഗമാകണം എന്നുള്ള ചെറുപ്പം മുതലേ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു നാട്ടുകാരാ. അപ്പൊ ജോണിന്റെ സ്കൂളിനടുത്തൊക്കെയുള്ള ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട് അവൻ ചെറുപ്പം മുതലേ റോയൽ വാരിയേഴ്സ് ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്. റോയൽ വാരിയേഴ്സ് എന്താന്ന് മനസ്സിലായോ? ഇല്ല, അല്ല. ഇത് കഴിഞ്ഞ ഉടനെ പോയിട്ട് ഒരു ഹോംവർക്കാണ്. ഇന്റർവ്യൂവിന് വരുമ്പോ ഇത് നോക്കിയിട്ടൊക്കെ വേണം വരാൻ. ഇതൊക്കെ ഹോംവർക്കിന്റെ ഭാഗമാണ്. ശേഷം 2016 പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ വന്നു. അതുപോലെ തന്നെ വന്നിരിക്കുന്ന ജോൺ ആണെന്ന് അറിയുമ്പോൾ ഉറപ്പായിട്ടും റോയൽ വാരിയേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. അതൊരു പാകപ്പഴയാണ് അവതരണ ഭാഗത്തുള്ളത്. പക്ഷെ സാരമില്ല, അടുത്ത പ്രാവശ്യം മോഡലിംഗും ഒരുപോലെ കൊണ്ടുനടക്കുന്ന ആളാണല്ലോ.
ശരിക്കും ഇപ്പം വളരെ കോൺഫിഡന്റ്ലി നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഗംഭീരമായിട്ട് അത് ഫോട്ടോസിലൂടെ കാണിക്കാന്ന് പറയുന്നത് ഒരു കോൺഫിഡന്റ് ആണ്. ഇത്തരം കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. അല്ല അത് ചില ആൾക്കാർക്ക് അത് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല, ചില ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ചെറിയ അസൂയ. അല്ല, ചില പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും. അതെന്റെ ഉദ്ദേശം. ആ കുട്ടി ചോദിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ലൈഫിലൊരു ഇപ്പൊ സിനിമയാവാം, എന്തെങ്കിലും ഒരു ആഗ്രഹമാവാം, അതിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സക്സസ് ആദ്യമായിട്ട് ഒരാൾ ലൈഫിൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു മൊമെന്റ്, അല്ലെങ്കിൽ കാണുന്ന ആഗ്രഹിച്ച ആളുകളുണ്ടോ? നമ്മുടെ സക്സസ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ സക്സസ്. ഇപ്പൊ എനിക്കൊരു സക്സസ്, എൻ്റെ ഒരു ആഗ്രഹം, അത് ഇന്നൊരാള് എന്തായാലും ആദ്യമായിട്ട് കണ്ടിരിക്കണം എന്നങ്ങനെ തോന്നിയത്. എന്നെ സംബന്ധിച്ചോളം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. അമ്മ ഇല്ല അപ്പോൾ. എന്നാൽ ഈ പറഞ്ഞ ഇതൊക്കെ സക്സസ് ആവുമ്പോഴല്ലേ, സക്സസ് ആയിട്ടില്ല. സക്സസ് ആവുമ്പോൾ ആഗ്രഹിക്കാൻ. അല്ല, പക്ഷെ ഓരോ സ്റ്റെപ്പും നമ്മളെ സംബന്ധിച്ചോളം ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒന്നിനും ഞാൻ കുറച്ച് കാണുന്ന ഒരാളല്ല. സക്സസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അറ്റൈൻമെൻ്റ് ആണ് അത് എനിക്ക് തോന്നുന്നില്ല ആർക്കും അതിലേക്ക് എത്തുന്നു. എല്ലാവരും അതിലേക്കുള്ളൊരു ട്രാവലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ട്രാവലിൻ്റെ ഭാഗത്തിൽ നമ്മൾ ഓരോ പടി നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴും വല്ലപ്പോഴും കുറച്ച് പടികൾ താഴോക്ക് പോകുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാർ, ആ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ സന്തോഷിക്കാനുള്ള വകയുണ്ട്. അതിലിപ്പോൾ മിസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ അമ്മയാണ് മിസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ യാത്രകളും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ, ഇങ്ങോട്ട് കാണിച്ചില്ല അല്ലേ? ഇങ്ങോട്ട് സുഹൃത്തുക്കൾ പറഞ്ഞ ഇപ്പുറത്തോട്ട് നിങ്ങളുണ്ടല്ലേ? ശരി. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കൾ, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നവർ, എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ നമ്മുടെ നമ്മുടെ മുകളിലേക്കുള്ള യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തന്നെ നമ്മളെ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഫോണിലായാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ നേരിട്ട് കാണുന്ന ആൾക്കാർ. അപ്പം പേരൻസാണ് മെയിനായിട്ടുള്ളത്, പിന്നെ ഫാമിലി, പിന്നെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. സിനിമയിൽ വന്നിട്ടുള്ള ആൾക്കാരല്ല, അല്ലാതെ നമ്മളെ ചെറുപ്പം മുതലേ ഇങ്ങനെ നമ്മൾ ഈ പരിപാടിയിലോട്ട് മാറി. അപ്പോൾ ആദ്യം തന്നെ വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, വേണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അവരാഗ്രഹിക്കും, നമുക്കറിയാമല്ലോ, ചില ആൾക്കാരുടെ വൈബ് നമുക്ക് കിട്ടും. ചില ആൾക്കാർ ശരിക്കും ജെന്യുവൻലി നമ്മളെ അടുത്ത പടിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ അധികം ഈ പറഞ്ഞ ഒരുപാട് പല ആൾക്കാരും നീ എന്താ ഷെയർ ചെയ്യാത്ത. അപ്പം ഞാൻ കുറച്ച് പേർക്ക് മാത്രമേ വാട്സപ്പ് അയക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് കൂടെ പറയാം. കാരണം എനിക്ക് സന്തോഷം, കാരണം അവന്മാരുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷമാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു പരിപാടിക്ക് ജോണിൻ്റെ അടുത്ത് ഒരു സുഹൃത്ത്, നമുക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന ഒരാൾ ചോദിച്ചു, ഇത് ജോണിന് വേണ്ടി ഞങ്ങൾ കുറേ നാൾ കാത്തിരുന്നൊരു വേഷമാണെന്ന് തോന്നുന്നു ശേഷത്തിൽ കാണുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ജോണിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഒരു പരിപാടി കാണണമെന്ന് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഒബ്വിയസ്ലി അതാണല്ലോ നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ ജയിലർ 2 എന്നൊരു പടം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ചെയ്തില്ല, ഞാൻ പറഞ്ഞു തന്നെ. അവനാണ് ഏറ്റവും വിഷമം എനിക്ക് ജയിലർ 2 വേഷം കിട്ടാഞ്ഞത്, എന്നെക്കാൾ ഒരു പക്ഷേ. കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് തമിഴ് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ജയിലർ 2 1-2 ആൾക്കാരൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പങ്കെടുക്കണം. ഒരു സമയത്ത് അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ പോയിന്റ് എത്തിയപ്പോൾ ഞാനില്ല ആ പടത്തിൽ. അപ്പോൾ എനിക്ക് ആ സമയത്ത് സങ്കടമായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു പറ്റിയൊരു പരിപാടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി, ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ഒരു സ്റ്റേജിൽ, ഒരു ആലോചന. നമ്മൾ അതിൻ്റെ എത്രത്തോളം ലെവലിലേക്ക് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില ആലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ മോന് അന്ന് അപ്പോൾ 10 വയസ്സ് ആണ്, ഇപ്പോൾ 11 വയസ്സ്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ അത് മിസ് ചെയ്യുമ്പോൾ ഇവൻ്റെ വിഷമമൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച സക്സസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് എത്തിയില്ല എന്ന് പറയുന്നതിൻ്റെ ഇത്. ഇപ്പോൾ ഈ നെൽസൻ്റെ ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ രജനീകാന്ത് കമൽഹാസൻ പടം അനൗൺസ് ചെയ്തപ്പോൾ ഇപ്പോൾ അവന് വീണ്ടും അയ്യോ അച്ഛാ ഇത് ഒന്ന് വിളിച്ചു നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നമുക്ക് അന്വേഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവസാനം വെറുതെ നിൽക്കുന്നൊരു വേഷമൊക്കെ കിട്ടിയാൽ നമ്മൾ വെറുതെ പോയി നിൽക്കലാവില്ലേ? അങ്ങനത്തെ വലിയ പടത്തൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ലൊരു വേഷമൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ പോയി നിൽക്കേണ്ടി വരില്ലേ? അച്ഛാ വെറുതെ നിൽക്കുകയാണെങ്കിലും
അങ്ങനെ അപ്പോൾ അതായത് അവന് അത്രയും ആഗ്രഹമുണ്ട് നമ്മളതിൻ്റെ അകത്ത് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെയും ആഗ്രഹമായിട്ട് അങ്ങനെ ട്രാൻസ്ലേറ്റ് ആയി വരുന്നത്. പ്രൗഡായിരിക്കും നമ്മളെ. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ഫ്രെയിമിൽ അങ്ങനെ കാണുക എന്ന് പറയുന്നത് തന്നെ ഈ രജനീകാന്തിൻ്റെ ഒരു ഫ്രെയിമിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ ബാക്കിൽ അവിടെ നിൽക്കുന്നു എന്ന് കാണുന്നതിൽ തന്നെ ഇപ്പോൾ പലപ്പോഴും എനിക്ക് കുറേ എൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സുഹൃത്തുക്കൾ എനിക്ക് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്തയക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ റൗണ്ട് ഇട്ടുണ്ടാവും, പുറകിൽ ക്രൗഡിൻ്റെ അകത്ത് ഒരു വട്ടത്തിൽ ഔട്ട് ഓഫ് ഫോക്കസ് നിൽക്കുന്ന ഫോട്ടോ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിലും അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, അത് ഞാനാണ്. അതിൽ ഭയങ്കര പ്രൈഡാണ് അവർക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അത് സക്സസ് തന്നെയാണ്, അതിൽ നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അവിടെ നിൽക്കുന്നതും ആ ഔട്ട് ഓഫ് ഫോക്കസ് നിന്നിട്ട് ഭാവിയിൽ ഇത് ഇങ്ങോട്ട് ഈ ഫോർഗ്രൗണ്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു യാത്രയുടെ തുടക്കമാണത്. തുടക്കമല്ല, ഇൻ ബിറ്റ്വീൻ. അത് തുടക്കം പോലും അല്ല, ട്രാവൽ ചെയ്ത് അവിടെ എത്തിയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്രാവലുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടൊരു ട്രാവലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അതിൽ ചിലപ്പോൾ പിന്നാക്കം പോകും, ചിലപ്പോൾ മുമ്പിലേക്ക് വരും. അപ്പോൾ ഈ പിന്നാക്കം പോകുന്നതിൽ വിഷമിക്കുന്നവരും മുമ്പാക്കം പോകുന്നതിൽ സന്തോഷിക്കുന്നവരും തന്നെയാണ് നമ്മുടെ പവർ പോയിന്റ്സ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മാക്സിമം അവർക്ക് വേണ്ടിയിട്ടും കൂടി നമ്മളെ അറ്റംപ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞതൊക്കെ തന്നെ. പിന്നെ ഹുമയൂണിന്റെ കുതിരക്കാരൻ കണ്ടാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഹുമയൂൺ ചക്രവർത്തിയുടെ കുതിരയൊക്കെ നോക്കുന്ന ഒരാളുണ്ട്, പുള്ളി നമ്മുടെ സക്സസ് കാണണമെന്നൊക്കെ എനിക്ക് ഭയങ്കര അല്ല ഇത് തന്നെ പറയാനുള്ളൂ, അതിൽ കൂടുതൽ എന്ത് പറയാനുള്ളത്? അങ്ങനെ നമ്മുടെയും ഫാമിലിയൊക്കെ തന്നെയല്ലേ, സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഉള്ളൂ. ഞാൻ കുറഞ്ഞു കാണണമെന്നുള്ള ഒരു ലിസ്റ്റ് ഞാൻ വേണം പറഞ്ഞത്. അല്ലേ? ഒന്നാമത്തെ ശ്രീജിത്ത് അല്ല, ഞാനിപ്പോ ഫാമിലിയുടെ ഫ്രണ്ട്സിനെ മാത്രം പറഞ്ഞല്ലോ. ഞാൻ ഈ ആട് 3യുടെ ട്രെയിലറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കും, ചേട്ടാ ആട് 3 ഇത് ആദ്യം കേട്ടപ്പോൾ ഞാൻ ഇല്ല, പിന്നീട് എനിക്കിത് പറയാൻ വിഷമമായി. കാരണം ആട് 3 ഇല്ലല്ലോ. ഞാൻ ആക്ച്വലി ആ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, എനിക്ക് വേറൊരു പടത്തിന് ഷൂട്ട് കാരണം എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുകൂടെ പറഞ്ഞു, ചേട്ടാ മറ്റേ പടം വിട്ട് ആട് 3 ചെയ്താൽ പോരായിരുന്നു. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്, സാധാരണ ആൾക്കാർ എനിക്ക് പരിചയമില്ലാത്ത മോങ്ങളൊക്കെ വന്നിങ്ങനെ പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ സക്സസ് ആണ്. അവരൊന്ന് പറഞ്ഞിട്ട് നമ്മളെ റിക്വസ്റ്റ് നിങ്ങൾ അത് ചെയ്തു പോരെ, ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് ഒന്ന് പറയാം. അപ്പം നമുക്ക് ഇവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അതൊക്കെ ഒരു സക്സസിൻ്റെ വേറൊരു പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ചില റീൽസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഓൺ വോയിസൊക്കെ ചെയ്യാൻ ബ്രില്യൻ്റ്ലി ടാലൻ്റ് ആയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും എനിക്കിത് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അപ്പോൾ തന്നെ ഒരു കമൻറ്റ് ഞാൻ ഇഷ്ടപ്പെട്ടാൽ എഴുതിയിടും. അപ്പോൾ അല്ല അവർക്ക് എനിക്ക് അത് എൻ്റെ ഒരു ശരിയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അവർ കാണില്ല, അതിനേക്കാൾ കൂടുതൽ എന്നെ എൻജോയ് ചെയ്യിച്ചു എന്നുണ്ടെങ്കിൽ എനിക്കത് വർക്കായെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയൊരു മറുപടി എനിക്കത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ അതെനിക്ക്, കാരണം നമ്മളൊക്കെ ഇത് ആഗ്രഹിക്കുന്നതാണ് അല്ലേ, നമ്മളത് ഒരു പാറ്റ് ഓൺ ദ ബാക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. കൊള്ളാം ചെയ്തിട്ട് അത് കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞ് അത് കൊള്ളാം, ആ പരിപാടി ഓക്കെ എന്ന് പറയുന്നത് കേൾക്കാനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അതിൻ്റെ ഒരു എനർജി വേറെ ഒരു പരിപാടിക്കും തരാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ അടുത്ത ഷോട്ടിലേക്കും അടുത്ത സിനിമയിലേക്കും അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ കുഞ്ഞു കുഞ്ഞു സക്സസ്സുകളാണ്. അത് ആ കയ്യടികൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് പ്രധാന പ്രശ്നം നമ്മൾ സക്സസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റിയാലേ ഇതിന് ഉത്തരം തരാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യം സക്സസ് ഭയങ്കര സബ്ജക്റ്റീവാണ്. ഇപ്പം നമ്മളൊരു അലാം വെക്കുന്ന പോലെയാണ് ഒരു മൊബൈലിൽ. ഇപ്പം രാവിലെ 6 മണിക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ 5:30 അല്ലെങ്കിൽ 5 മണിക്ക് അലാം വെക്കുമല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും 6 മണിക്ക് പ്രോഗ്രാം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും 5 മണിക്ക് അലാം വെക്കണമെന്നില്ല. ഓരോരുത്തരുടെ അലാം വേറെ വേറെ സമയങ്ങളിലായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സക്സസും പല വ്യത്യാസമായിരിക്കും. അവരവരുടെ സക്സസ് അനുസരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര സൂപ്പർ സ്റ്റാർ ആയാലും ഇപ്പോൾ നമ്മുടെ സിനിമയുടെ ഒരു ഇതിൻ്റെ അകത്ത് വെച്ച് പറയുകയാണെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാർഡമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതാണെങ്കിൽ അതിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പണിയാണ്. അതിലേക്ക് ഏതൊരു സ്റ്റെപ്പ് മുന്നിലേക്ക് പോയും അത് സക്സസിൻ്റെ ഒരു സ്റ്റേജ് ആണല്ലോ അല്ലേ. ചില ആൾക്കാർക്ക് അതാവില്ല. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ എത്തി എന്ന് പറയുന്നത് തന്നെ നമ്മൾ വൻ പരിപാടിയാണ്. ഇത് ഭയങ്കര ബോണസാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു മേ ബി ദേ ആർ ഓൾറെഡി. അപ്പോൾ
അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആക്ടേഴ്സ് എന്നുള്ള രീതിയിലാണെങ്കിലും ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിലാണെങ്കിലും ഇതിൽ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും തന്നെ നമ്മൾ സിനിമാക്കാരായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഞാനെപ്പോഴും ഇങ്ങനെ ഒരു ചില ചിന്തിക്കാറുണ്ട്. ഈ റോഡ് സൈഡുകളിൽ നമ്മൾ ഈ കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന കടകൾ കാണും. അപ്പോൾ അവിടെ ആ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന മിഷനുണ്ട്, അതവർ ഓഫാക്കാറില്ല. അവരിങ്ങനെ ദിഗ് 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 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോയിൽ ഇങ്ങനെ ഇട്ട് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് വർക്ക് ആ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഓഫാക്കാറില്ല. കാര്യം അത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഓണാക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? അപ്പോൾ ആ ജ്യൂസ് അടിക്കും എന്നുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ അടുത്തൊരു ജ്യൂസിൻ്റെ ആവശ്യമുള്ള ഒരാൾ വരും എന്ന പ്രതീക്ഷയിലാണ് ഈ സാധനം ഓണായിരിക്കുന്നത്. അപ്പം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ മിഷൻ എപ്പോഴും ആക്റ്റീവ് ആവണമെന്നില്ല. നമ്മൾ സിനിമകൾ കാണുന്നതും സിനിമ സംസാരിക്കുന്നതും സിനിമാക്കാരെ കാണുന്നതും ഒക്കെ നമ്മളുടെ അതങ്ങനെ ഒരു അങ്ങനെ ഒരു കാലം ശ്രദ്ധിച്ചാൽ മതി. ഈ ഇവിടെ ചെന്ന് കഴിഞ്ഞാല് ഇവര് ഓഫാക്കില്ല. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ഇത് പോകാൻ നേരം ഇത് ഓഫാക്കുള്ളൂ. ചെറിയ ഐഡ്ലിംഗിൽ ആ സാധനം ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. ഇങ്ങനെ ചെറിയ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡെയിലി ഒരു പ്രിപ്പറേഷൻ അതിനു വേണ്ടി നമ്മൾ കാണുന്ന സിനിമകള് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിനിമയുടെ കഥകള്, നമ്മൾ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സിനിമാക്കാരനായി നിൽക്കുന്ന സന്തോഷം തരുന്ന ഏരിയകളാണ്. അതിലൊരു എല്ലാ ദിവസവും നമുക്ക് അഭിനയിക്കണമെന്നൊന്നുമില്ല, എല്ലാ ദിവസവും സിനിമകൾ സംവിധാനം ചെയ്യണമെന്നില്ല. ആ സിനിമ നമുക്ക് തരുന്ന കുറച്ച് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പലയിടത്ത് പോയാലും പല ആൾക്കാരും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ടങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ അടുത്ത് 81 വയസ്സായ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ അടുത്ത് തോന്നുന്നത് ഇന്നൊരു പരിപാടിക്ക് പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരാളെന്ന് എനിക്ക് എവിടെയെങ്കിലും ഒരു പരിപാടി വന്നാൽ അങ്ങനെ ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് അറ്റ് 81 ഹീസ് ഫൈൻഡിങ് ഒരു ന്യൂ സാധനം അതിൻ്റെ അകത്തൊരു പരിപാടിയുണ്ട്. ഈ 81 വർഷമായിട്ട് അതൊക്കെ സിനിമയിൽ വന്നതിന് ശേഷമുള്ള 50 വർഷമായിട്ട് സിനിമയിൽ ഒരിക്കലും ചെയ്യാത്തൊരു സാധനം പുള്ളി ഇപ്പോൾ കണ്ടു. അപ്പോൾ അത് അടുത്ത പടത്തിൽ അതിനൊരു സാധ്യത വന്നാൽ ചിലപ്പോൾ അടുത്ത പടത്തിലാവും, ചിലപ്പോൾ 5 പടം കഴിഞ്ഞാൽ 10 പടം കഴിഞ്ഞായിരിക്കും. അതിൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. ഒബ്സർവേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ ഇത് മറ്റേ മെഷീൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് അവിടെ ഓണായി കിടക്കുന്നതുകൊണ്ടാണ് അത് കാണാൻ പറ്റുന്നത്. അത് ഐഡ്ലിങ്ങിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം ഇവിടെ കിടക്കട്ടെ, അത് അവിടെ കയറ്റിയിട്ടു, അത് എപ്പോഴാണ് നമുക്ക് പറ്റുന്നൊരു പരിപാടി വെച്ചാൽ അതിൽ യൂസ് ചെയ്യാം. പടം ഇല്ലെങ്കിലും നമ്മൾ ഇതിലുണ്ട്. ഓൺ എപ്പോഴും ഫുൾ ഓൺ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ശേഷം 2016 തിയേറ്ററിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് 3 പേർക്കും ടീംസിനൊക്കെ ഒത്തിരി പ്രതീക്ഷയുള്ള പടമാണ്. ആൻഡ് ഒരു വലിയ വിജയമാവട്ടെ. ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തിയേറ്ററിലും ഞങ്ങൾ ആഗ്രഹിച്ച പോലൊരു ബിഗ് സ്ക്രീൻ നിങ്ങൾ 3 പേരെയും കാണാൻ പറ്റിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ്.